ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 23, വാക്യങ്ങൾ 39 മുതൽ 43 വരെയുള്ള 5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. ഉച്ചത്തിൽ കുഞ്ഞുങ്ങളൊന്ന് വായിക്കണേ. നിന്നെ തന്നെയും നമ്മളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവൻ ദുഷിച്ചു. മറ്റവനെ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവേ, ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. കഴിഞ്ഞ തവണ ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ തന്നെയാണ് സംസാരിച്ചത്. അത് ഏതാണ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മറവി നമ്മുടെ വല്ലാത്തൊരു അസുഖമാണ്. അതുകൊണ്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മളന്ന് ചിന്തിച്ചത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഇന്നും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. ഈ വേദഭാഗത്ത് ഈ 5 വാക്യങ്ങൾ അടങ്ങുന്ന വേദഭാഗത്തിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്: പറുദീസ പ്രാപ്തൻ്റെ പ്രത്യേകതകൾ. ഈ വേദഭാഗത്ത് 3 പേരെയാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ആരൊക്കെയാണ്? ക്ലാസ് ആകുമ്പോൾ ചോദ്യങ്ങളുണ്ടാകും. ഇതൊരു പ്രസംഗമല്ലെന്ന് എനിക്കറിയാം, ചോദ്യം ഉണ്ടാകും. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ സ്ഥാനം എന്നും നടുവിലാണ്. ഈ 2 ക്രൂശുകളുടെയും നടുവിലാണ് യേശുവിൻ്റെ സ്ഥാനം എന്ന് പറയും. ഇനി ഇടത്തും വലത്തുമായി 2 ദുഷ്പ്രവൃത്തിക്കാരെ ക്രൂശിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന പഠനത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇവിടെ പറുദീസ പ്രാപ്തനായിരിക്കുന്ന വ്യക്തി എന്ന് പറയും. എന്താ കാരണമെന്ന് അറിയുമോ? ഈ സമുദായത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ വേദപുസ്തകം ശരിയായി പഠിക്കാത്ത ആളുകൾ ഈ ദുഷ്പ്രവൃത്തിക്കാരൻ അല്ലെങ്കിൽ ഈ അതിക്രമക്കാരന് ഒരു പേര് കൊടുത്തു. എന്താണെന്നറിയോ? നിങ്ങളാരും ഒന്ന് കേട്ടിട്ടില്ലേ? ഈ കള്ളൻ എന്ത് പേരെ കൊടുത്തത്? നമ്മുടെ മറ്റുള്ള ആളുകൾ നല്ല കള്ളൻ. അങ്ങനെ ഇവിടെ ആരും പറയാറില്ലേ സൈശ്വര? ഞങ്ങളുടെ നാട്ടിലൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പോൾ നല്ല കള്ളനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ആ പ്രയോഗത്തിൽ തന്നെ എന്തൊരു പന്തികണ്ടെങ്കിൽ തോന്നും, നല്ല കള്ളൻ. മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നത് ഈ പറുദീസ കിട്ടിയത് വലത്തുവശത്തെ കള്ളനാണെന്ന്. അങ്ങനെ ടെൻസൂര പറയാൻ പറ്റുമോ? കർത്താവിനെ സംബന്ധിച്ച് ഇടത്തും വലത്തും യാതൊരു പ്രശ്നമുള്ള ഒരാളല്ല. ഇടത്തോ വലത്തോ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യം സുവ്യക്തമാണ്: ഒരു വശത്തുള്ള കള്ളൻ, അത് ഇടതാണോ വലതാണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കുകയില്ല. എന്നാലും ഒരു വശത്തുള്ള കള്ളൻ, ഈ കള്ളനെ കുറിച്ച് നമ്മളിത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, വേദപുസ്തകത്തിൽ ഗ്രാഹ്യമുണ്ടെന്ന് പറയുന്ന നമ്മൾ തന്നെ പലപ്പോഴും വേദപുസ്തകത്തെ വാക്യങ്ങളെ തെറ്റിച്ച് പറയാറുണ്ട്. ഒന്നിടം ഞാൻ പറയാം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി. നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രാധാന്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. മത്തായി 6:33. എന്താണെന്നറിയോ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതുവരെ നമ്മൾ കറക്റ്റാണ്. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക സാധാരണ ഇതിന്? അതോടുകൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി, ഇത് കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതോടുകൂടെ സകലവും കിട്ടും. അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല. ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല. ഒരു ബൈബിളിനെ ഉദ്ദേശിച്ച് ഒരു പരിഭാഷയിലും പറഞ്ഞിട്ടില്ല. ഓൾ ദീസ് തിങ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെയും കിട്ടും. ഇതൊക്കെ കർത്താവ് പറയാം. അന്നൊന്നും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ചില കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ചഞ്ചല ചിത്തരായ ശിഷ്യന്മാരോട് പറയുന്നു. മറ്റൊരു വാക്യമാണ് ഫിലിപ്പ് ലേഖനം 3:11. അത് നമ്മൾ തെറ്റിച്ച് പറയാറ്. പല ഉപദേശിമാരും തെറ്റിച്ച് പറയാറുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരം എന്ന് പറയുന്നത്. ഇവിടെ ഫിലിപ്പിൻ്റെ 3:11 വായിക്കുന്നത് ഫിലിപ്പിയർ, ഞാൻ അവൻ്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ചപ്പും കൂടി വരാറുണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചപ്പും ചവറൊന്നും എണ്ണുന്നു. ഈ ചപ്പിടുന്ന പരിപാടി നമ്മുടെയാണ്. അവിടെ സത്യത്തിൽ ചപ്പില്ല ഈശ്വര, അവിടെ ചവറെന്നാണ് പൗലൂസ് എണ്ണിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ തിരുവെഴുത്ത് എന്ത് പറയുന്നു, നിങ്ങൾ എങ്ങനെ വായിക്കുന്നു, അത് വളരെ മസ്റ്റാണ്. ഞാൻ എങ്ങനെ പറയാറുണ്ട് ജോസൂര, ലോകത്തിൽ ഏത് സാഹിത്യമോ ഏത് ദിനപത്രമോ നമുക്ക് ക്ലാരിറ്റിയിൽ വായിക്കാൻ പറ്റില്ലെങ്കിലും ബൈബിള് വായിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷെ എന്തുണ്ടാകണം, ക്ലാരിറ്റി മസ്റ്റാണ്. ഇത് ആരുടെ വചനം സൗര്യമാരെ? ഇത് ആരുടെ വചനം? ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതൊരു സംശയമൊന്നും തോന്നണ്ട. ദൈവത്തിൻ്റെ വചനമാണ്, സത്യവചനമാണ്, സത്യഗ്രന്ഥമാണ്, തിരുവെഴുത്താണ്. അപ്പം അതുകൊണ്ട് ഇത് ഉച്ചരിക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ വ്യക്തതയോടെ പഠിക്കണം. ഇനി ഇവിടെ ഈ കള്ളന്മാരെ കുറിച്ച് മത്തായിയും മർക്കോസും അവരുടെ എഴുത്തുകളിൽ കള്ളന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എല്ലാ ഭാഗം എടുത്ത് വായിപ്പിക്കുന്നില്ല, അറിവുള്ള കാര്യങ്ങളാണ്. മത്തായി മർക്കോസ് ഇവരെ കള്ളന്മാരെന്ന് പറയുമ്പോൾ ലൂക്കോസ് പറയുന്നത് ദുഷ്പ്രവൃത്തിക്കാർ എന്നാണ്. ഇതിൻ്റെ പ്രവചനവാക്യമായി യെശയ്യാ പ്രവചനം 53:12 യെശയ്യാ പ്രവാചക പുങ്കുവനായ യെശയ്യാവ് പറയുന്നത് അതിക്രമക്കാർ എന്നാണ്. ഏതാണ്ട് ഇവരെ കുറിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. ഈ ദുഷ്പ്രവൃത്തിക്കാർ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? നമ്മൾ ചിന്തിക്കുന്നത് പോലെ തേങ്ങയോ മാങ്ങയോ ചക്കയോ മോഷ്ടിച്ചൊരു കേസല്ല ഇവരുടെ പേരിലുള്ളൂ. എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിലെ, അതായത് പാലസ്തീൻ നാടിൻ്റെ വിമോചനത്തിനു വേണ്ടി റോമൻ എംപയറിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം കൊടുത്ത ആളുകളാണ് ആര്? ഈ രണ്ട് ദുഷ്പ്രവൃത്തിക്കാർ. അല്ലാതെ നമ്മൾ ഇവിടെ ഏതൊരു സ്റ്റേഷനിൽ കേസടിച്ച് വന്ന ആളുകൾ എന്നുള്ളൊരു ആശയത്തിൽ എടുക്കരുത്. അപ്പോൾ ആ സാമ്രാജ്യത്തിനെതിരെ അതിശക്തമായി സായുധ വിപ്ലവം വേണമെന്ന് തീരുമാനിച്ച ആ ദുഷ്പ്രവൃത്തിക്കാർക്ക് കിട്ടിയത് വധശിക്ഷയായിരുന്നു. വധശിക്ഷ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഏത് കാര്യത്തിൻ്റെ പിന്നിലും ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. നമ്മളിനി പഠിക്കാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ വധശിക്ഷ, ആ ചെറിയ മിനിറ്റുകൾ അല്ലെങ്കിൽ ആ അല്പസമയം ക്രൂശിലെ ആ അനുഭവം അവന് സമ്മാനിച്ചത് ചില്ലറയായിരിക്കുന്ന ഒരു കാര്യമല്ല. ഞാനൊരു 6 പോയിന്റ്സാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, പറുദീസ പ്രാപ്തന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. 6 തിരിച്ചറിവാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതിൽ ഒന്നാമത്തെ തിരിച്ചറിവ് എന്താണെന്നറിയോ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഏതാ വാക്യം എന്നറിയോ? നിങ്ങൾ ലൂക്കോസ് 23:41 വായിച്ചാൽ അവൻ പറയാണ്, അതിൻ്റെ അവസാന ഭാഗം, ഇവനോ അരുതാത്തതൊന്നും, എന്നോട് ചേർന്ന് പറഞ്ഞേ, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അത് വലിയൊരു സാക്ഷ്യമാണ്. ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിയേ. അരുതെന്ന് പറഞ്ഞത് ചെയ്യുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കണം. ശരിയല്ലേ? എല്ലാവരും മീശ ഈ മേൽച്ചുണ്ടിന്റെ മേലെ വയ്ക്കുക. ഇപ്പോഴത്തെ പിള്ളേർ എവിടെ വയ്ക്കുക? മിക്കവാറും ചുണ്ടിന്റെ താഴെ ആയിരിക്കും അല്ലേ ചില പിള്ളേർ വയ്ക്കുക അല്ലേ? കസാരമേ നമ്മളൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, പിള്ളേരെ അങ്ങനെ ഇരിക്കുക. ചില പിള്ളേര്, നമ്മളൊക്കെ നല്ല പിള്ളേരാണ് കേട്ടോ, ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേ, കോമൺ പൊതുവായിട്ട് പറഞ്ഞാണ്. അവർ ഈ കസാരമേ ഇങ്ങോട്ട് ഇരിക്കുന്നത് പോലെ 2 കാലിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് അങ്ങനെ ഇരിക്കും. ഈ തലമുറയെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞത്. എങ്ങനെയുള്ള തലമുറയാ? വക്രതയും കോട്ടവുമുള്ള തലമുറ. പത്രോസിന്റെ ഭാഷ്യം, വക്രതയും കോട്ടമുള്ള തലമുറയാണ്. അപ്പോൾ അരുതുകൾ അടരാടുന്ന, അരുതുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഈ ദുഷ്പ്രവൃത്തിക്കാരൻ പറയാണ്. നല്ല കള്ളനൊന്നും ഞാൻ പറയണില്ല, ഈ ദുഷ്പ്രവൃത്തിക്കാരനായിരുന്ന മനുഷ്യൻ പറയാണ്, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയ വിശ്വാസികളെ, സൗരസൗരന്മാരെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് വേദപുസ്തകം നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളുടെ നീണ്ട ഒരു പരമ്പര തന്നെയുണ്ട്. ഞാൻ എങ്ങനെ പറയട്ടെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഏതെല്ലാം സാക്ഷ്യങ്ങൾ പറഞ്ഞില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എന്താണെന്നറിയോ? ആ യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു എന്താണെന്നറിയോ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. ഇടയ്ക്ക് ഒരു അനക്കണ്ടായിക്കോട്ടെ, സ്തോത്രമൊക്കെ പറഞ്ഞു. എന്താ കാരണം അറിയാം, ഈ ഞാൻ കഴിഞ്ഞ യോഗത്തിലത് പറഞ്ഞിരുന്നു, എൻ്റെ യോഗങ്ങൾക്കാണ് ഉണ്ടായിരിക്കാൻ സമ്മതിക്കാറ്. എന്താ പറയുക, ഇടയ്ക്ക് സ്തോത്രമൊക്കെ നമുക്കിത് അന്യം നിന്ന് പോയ പോലെ ആയിപ്പോ. അറിയാം, വാക്ക് നമുക്കിപ്പോൾ ഇത് വഴങ്ങണല്ല.
ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞൂടാ, ഇത് പറയാണ്ട് നമ്മുടെ ചില ആളുകൾക്ക് ഇപ്പോൾ സ്തോത്രം എന്ന് വരുള്ളൂ. എന്താ കാരണം അറിയോ? ഇത് സ്ഥിരം പറയാത്തൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്നും ഉച്ചരിക്കുന്ന ജോസൂരാ, നല്ല ജോസൂരാളാണ് ഞാൻ. ആവശ്യത്തിന് പറഞ്ഞാൽ മതി, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, അതൊരു ഗുണകരമായിരിക്കില്ല. അപ്പോ ഈ നമ്മുടെ കർത്താവിനെ കുറിച്ച് പിതാവ് പറഞ്ഞു എന്താണെന്നറിയോ? ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വേറെ സാക്ഷ്യം വേണോ ടെൻസിപുത്രേ? സ്വർഗം അയച്ച് സ്വർഗത്തെ ആ പിതാവിന്റെ ആ പരം വിട്ട് പാലിലേക്ക് വന്ന പുത്രനെ കുറിച്ച് പിതാവ് പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആട്ടെ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? കള്ളനെ കണ്ടാൽ തിരിച്ചറിയാം. പക്ഷെ ഇവിടെ ഈ കള്ളൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാണ്, എടാ നമ്മൾ ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു, നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാണ്, പക്ഷേ ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. പീലാത്തോസിന്റെ കോടതിയിലെ ആ വിസ്താരം കഴിഞ്ഞിട്ട് പീലാത്തോസ് പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? താലത്തിൽ വെള്ളമെടുത്ത് കഴുകി അദ്ദേഹം പറയാണ്, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. നമ്മൾ വലിയ വക്കീലന്മാരും ജഡ്ജിമാരൊന്നും അല്ലെങ്കിലും നിങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടേണ്ട ഒരു ജഡ്ജി പറയാണ്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ചരിത്രം പറയുന്നത് ആ നീതിമാനെ കുറ്റം വിധിക്കുക വഴി, കുരിശേൽപ്പിക്കുക വഴി പീലാത്തോസിന് പ്രശ്നമുണ്ടായിരുന്നു ജീവിതാന്ത്യത്തിൽ. എന്താ കാരണം അറിയോ? എന്താ കാരണം? ചരിത്രം പറയുന്നത് പിന്നീട് പുള്ളിക്ക് വെള്ളം കണ്ട എപ്പോഴും എന്ത് വരും? പുള്ളിക്ക് വെള്ളം കണ്ട പുള്ളിക്ക് അപ്പോ കയ്യൊന്ന് കഴുകണം എന്നാണ് സഭാചരിത്രത്തിൽ ജെസി ദേവസാറക്കാരെ സൂചിപ്പിക്കുന്നുണ്ട്. വെള്ളം കണ്ട പുള്ളിക്ക് കൈ കഴുകണം. ഒരു ഭ്രാന്തരെ പോലെ അദ്ദേഹം ജീവിത സായാഹ്നത്തിൽ അലഞ്ഞു നടന്നു. ജീവിത സായാഹ്നം അത്യന്തം ദുസ്സഹരമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആ പീലാത്തോസ് പോലും പറഞ്ഞു, ഇവനിൽ ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. എന്തിനേറെ എല്ലാത്തിനും കുറ്റാരോപിക്കുന്ന ആളെ പിശാച് എന്താ പറഞ്ഞ ഭാഗത്ത് വായിക്കുന്നില്ല. മർക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പിശാച് പറയാണ്, അശുദ്ധാത്മാവുള്ള മനുഷ്യൻ പറയാ, നീ ദൈവത്തിന്റെ ആരാണ്? സോരന്മാരെ, ദൈവത്തിന്റെ പരിശുദ്ധനാണ്. കണ്ടോ? പിശാചിന്റെ സാക്ഷ്യമൊന്നും കർത്താവിന് ആവശ്യമില്ല. കർത്താവിന്റെ ആവശ്യമില്ല എങ്കിലും അശുദ്ധാത്മാ ബാധിച്ച മനുഷ്യൻ പോലും പറയാണ്, ഇവൻ പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ഇനി സ്വന്തം അത് തന്റെ ശുശ്രൂഷ മുഖത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന പത്രോസ് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അല്പം കൂടെ 2 കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോ ധന്യനായിരിക്കുന്ന പൗലോസ് പറയും 5:21 അദ്ദേഹം പറയാണ്, 2 കൊരിന്ത്യർ 5:21 പറയാണ്, പാപം അറിയാത്തവന് നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കിയെന്ന് വായിക്കുന്നു. അപ്പോ ഈ പരദീസ പ്രാപ്തന്റെ ജീവിതത്തിലെ പ്രാരംഭമായിരിക്കുന്ന ഒരു ആത്മീയ അനുഭവം എന്ന് പറയുന്നത്, അവൻ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കണ്ടു. ശരിയല്ലേ? മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ഒരു ദൗർബല്യമൊക്കെ കാണും. പക്ഷേ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തുവിൽ അന്തർലീനമായിരിക്കുന്ന ദൈവത്വം ആ കള്ളൻ ദർശിച്ചു, ആ ദുഷ്പ്രവൃത്തിക്കാരൻ ദർശിച്ചു. അവൻ പറയാണ്, ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. ഈ യേശുക്രിസ്തു 100% മനുഷ്യന് 100% ആരായിരുന്നു? ദൈവവും. അതിന് ചില ആളുകൾ തെറ്റായി പഠിപ്പിക്കാറുണ്ട്, 50% ദൈവം 50%, 50-50. അങ്ങനെയില്ല, 100%. അതാണ് ക്രിസ്റ്റോളജിയും തിയോളജിയും പറയുന്നത്. യേശുക്രിസ്തു 100% ദൈവവും 100% മനുഷ്യനും. 1 തിമോത്തി 2-ാം 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, മനുഷ്യനായ ക്രിസ്തു യേശു. അപ്പോ ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ദൈവത്തിന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? യേശുക്രിസ്തു ദൈവമാണ്, ഒപ്പം മനുഷ്യനുമാണ്. അത് 50%-50%-അല്ല, 100% ദൈവവും 100% മനുഷ്യനുമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കർത്താവിനെ കുറിച്ച് ഇമാതിരിയുള്ള തിരിച്ചറിവിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി എന്ത് ചെയ്യണം? ആ തിരിച്ചറിവിലേക്ക് വരണം. ഏത് തിരിച്ചറിവിലേക്ക്? യേശുവിനെ നല്ല മനുഷ്യനായി കണ്ടതുകൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകുകയില്ല. യേശുവിനെ ഗുരുവായി കണ്ടതുകൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകുകയില്ല. യേശുവിനെ മറ്റേതെങ്കിലും അത്ഭുതകർത്താവായി മാത്രം കണ്ടതുകൊണ്ട് പ്രയോജനമുണ്ടാകുകയില്ല. സാമൂഹിക പരിഷ്കർത്താവായി കണ്ടതുകൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകുകയില്ല. യേശുവിനെ അരുതാത്തൊന്നും ചെയ്യാത്ത ഏകസത്യ ദൈവമായി യേശുക്രിസ്തുവിനുള്ള ആ തിരിച്ചറിവാണ് നമ്മെ നാമാക്കി മാറ്റുന്നത്. നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. 1926 ഏപ്രിൽ 6 അദ്ദേഹം അമേരിക്കയുടെ
ന്യൂബെറിയിൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കത്തെഴുതി അദ്ദേഹം. ആ കത്തിൽ അദ്ദേഹം പറയുന്ന വാചകം എങ്ങനെയാണ്: യേശുക്രിസ്തു മാത്രമാണ് ഏകലോക രക്ഷകൻ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഓക്കെ, കണ്ടോ? തിരിച്ചറിവ്, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ യേശുക്രിസ്തു രക്ഷിതാവാണെന്നൊക്കെ തിരിച്ചറിവുണ്ടാകണം. യേശു ആരാണെന്ന് ചോദിച്ചാൽ ഏകസത്യ ദൈവം മനുഷ്യനായി വന്നതാണെന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവാണ് നമ്മെ രക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നത്. ഈ തോമസ് ലീഹ, അദ്ദേഹം പേര് പോലെ തന്നെ സംശയാലുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവന്റെ ആണിപ്പാടിൽ കൈവില്ലിട്ടതല്ല, ഞാൻ എന്ത് ചെയ്യില്ല, വിശ്വസിക്കുകയല്ല. പക്ഷേ കർത്താവ് നടിയിൽ വന്ന് നിന്ന് തോമാസ് എന്നൊക്കെ വിളിച്ചപ്പോ അദ്ദേഹം അവസാനം, നിങ്ങൾ ആ പാരഗ്രാഫിൽ വായിക്കുന്ന എങ്ങനെയാണ്, തോമാസ് പറയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളോവേ. കണ്ടോ ആ കാഴ്ചപ്പാടിൽ വന്ന മാറ്റം? കണ്ടോ? ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? റോമർ 10:9 പൗലോസ് പറയുന്നത്, യേശുവിനെ, അത് മാനുഷിക നാമമാണ് യേശു എന്ന് പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പൊ ഈ കള്ളന്റെ, ഈ ദുഷ്പ്രവൃത്തിക്കാരന്റെ, പറുദീസ പ്രാപ്തന്റെ ആദ്യത്തെ ഗുണമെന്ന് പറയുന്നത്, അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വലതുകൈ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഈ വേദഭാഗം നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിച്ചാൽ ചില നിമിഷങ്ങൾ മാത്രമേ മരണത്തിന് ഈ സഹോദരന്റെ മുമ്പിൽ അങ്ങനെ തന്നെ വിളിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ആൾ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ അല്ലെ? നേടിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറിയൊരു ടൈമേ ഉള്ളൂ. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, സമയവും തിരമാലയും അരയും കാത്ത് നിൽക്കുന്നില്ല. ശരിയല്ലേ? സമയവും തിരമാലയും ആരെയും കാത്തു നിൽക്കുന്നില്ല എങ്കിൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ, നിങ്ങൾ വേദപുസ്തകം പോയി വായിച്ചാൽ മതി, ഈ രണ്ടുപേരുടെയും കാല് റോമ സേവകർ എന്ത് ചെയ്തു? സഹോദരന്മാരെ തല്ലി ഒടിച്ചു. പക്ഷെ നമ്മുടെ കർത്താവിന്റെ അടുത്ത് വന്നപ്പോഴോ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതുകൊണ്ട് എന്ത് ചെയ്തില്ല? അങ്ങനെയാണ് പൊതുവെ അവരൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ കർത്താവിന്റെ അസ്ഥികൾ ഒടിയാൻ പാടില്ല. എവിടെ പ്രവചനം? 34-ാം സങ്കീർത്തനത്തിൽ പ്രവാചകവര്യനായ, അത് പ്രവചനത്തിന്റെ ആത്മാവിൽ പറഞ്ഞ ദാവീദിന്റെ 34-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അവന്റെ അസ്ഥികളൊന്നും എന്ത് ചെയ്യല? ഒടിഞ്ഞു പോകയില്ല. നോക്കിയേ നിങ്ങള്, ഇത് യാദൃച്ഛമായി സംഭവിച്ചതല്ല, പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. യേശുവിന്റെ അസ്ഥികൾ ഒടിയാൻ പാടില്ല. അതുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ കാലം ചെയ്ത് അവര് തല്ലി ഒടിച്ചു. ഇവനിവിടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒരാളാണ്. ഞാനൊരു ന്യായത്തിന് വേണ്ടി പറയാണ്, രണ്ട് കള്ളന്മാരെയും ക്രൂശിച്ചത് ഒരേ അകലത്തിലാ. കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് ഈ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 18 വായിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വിടാണ്, യോഹന്നാൻ സുവിശേഷം 19-18 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ട് ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. അപ്പൊ അവസരം തുല്യമല്ലേ സോരിമാരെ? ഒരു തരത്തിൽ യേശുക്രിസ്തു നടുവില്, ഈ പാർശ്വഭാഗത്തൊരാള്, ഈ പാർശ്വഭാഗത്തൊരാള്. അപ്പൊ തുല്യ അകലമല്ലേ? രണ്ടുപേർക്കും തുല്യ അവസരം, തുല്യ സമയം, തുല്യമായ ചാൻസ്. പക്ഷേ ആ സമയം പ്രയോജനപ്പെടുത്തിയത് ആരാണെന്നറിയോ? ഒരാളാണ്. അതിനിടയ്ക്ക് ചേർത്ത് പറയട്ടെ, ഈ വേദപുസ്തകം പഠിച്ചാൽ യേശുവിന്റെ സ്ഥാനം എന്നും എവിടെയാണെന്നറിയോ? എന്നും എവിടെയാ സോരന്മാരെ? നടുക്ക. ചരിത്രത്തിലേക്ക് നോക്കാം. BC എന്നും AD എന്നും ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ച് അതിന്റെ നടുനായകത്വം വഹിക്കുന്ന ആളാണ് ആര്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. 12 വയസ്സിൽ അദ്ദേഹം യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുകയാണ് ആര്? 12 വയസ്സുള്ള ഒരു ബാലനായ യേശു റബ്ബിമാരുടെ നടുവിലിരിക്കുകയാണ്. അപ്പൊ ചരിത്രത്തിന്റെ നടുവിൽ, കാലത്തിന്റെ നടുവിൽ, ഇവിടെ ഇതാ നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നിലവിളക്കുകളുടെ നടുവിൽ, സ്തോത്രം, നമ്മുടെ കർത്താവ് എവിടെയാ നിൽക്കണേ?
ഈ നെന്മാറ ഈ പ്രാർത്ഥനാ ഫെല്ലോഷിപ്പിന്റെ ഈ ഹോളിലുണ്ട്. സ്തോത്രം. നിലവിളക്കുകളുടെ മധ്യേ നമ്മുടെ കർത്താവ് ഉലാത്തുന്നവനാണ്. അപ്പൊ ചരിത്രത്തിലും എവിടെ നോക്കിയാലും പൗലൂസിനോട് ചോദിക്കുക, പൗലൂസ് യേശുവിന്റെ സ്ഥാനം എവിടെയാണ്? അവിടെ പൗലൂസ് പറയുന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെയും പാപിയായ മനുഷ്യന്റെയും നടുവെ മധ്യസ്ഥനായി മനുഷ്യനായ ക്രിസ്തു യേശുവിനെ പൗലൂസ് അവതരിപ്പിക്കാൻ. അപ്പൊ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും യേശുവിന്റെ സ്ഥാനം എവിടെയാണെന്നറിയോ? നടുവില നടുനായകത്വം. അപ്പൊ ഇവിടെയും അത് തെറ്റിച്ചില്ല. രണ്ടു കള്ളന്മാരുടെ നടുവിലാണ് യേശുവിനെ ക്രൂശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ട് കള്ളന്മാർക്കും തുല്യ അവസരമുണ്ടായിരുന്നു. പക്ഷേ പ്രയോജനപ്പെടുത്തിയത് ഒരാളാ. 23:42 എന്താണ്? 23:42 23:42 ലൂക്കോസ്. ആ പേജ് മറക്കരുത്, നമ്മൾ ആ ഭാഗത്ത് പഠിക്കുന്നത്. 23:42 മതി. ഈ പ്രാർത്ഥനയ്ക്ക് എത്ര നീളമുണ്ട്? 1 മിനിറ്റ് പോലും സ്വരന്മാർ എന്ത് ചെയ്യില്ലേ? പ്രാർത്ഥന ദീർഘിച്ചു പോയിട്ടില്ല. ഇന്നിപ്പോ രാത്രി ആരും തീരുമാനം എടുക്കരുത്. ശൈശവരം പറഞ്ഞാലോട് ഇങ്ങനെ പ്രാർത്ഥിക്കാന്നുണ്ട്. ഒറ്റ വാക്കില്, കർത്താവേ ഞങ്ങളുടെ എല്ലാ കാര്യം നീ അറിയുന്നു. സ്തോത്രം. കർത്താവ് അറിയുന്നുണ്ട്, അതൊരു വശമാണ്. എന്നല്ല പറയുന്നത്. ഇവിടെ പ്രാർത്ഥന നീ ദീർഘിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ആത്മാവിന്റെ ആ ശബ്ദത്തോടുകൂടെ അവിടെ അദ്ദേഹം പറയാണ്, യേശുവേ. അർത്ഥം എന്താണെന്നറിയോ? യേശു എന്ന വാക്കിന് അർത്ഥം ചെയ്തതിന് മനസ്സിലായി. ഈ കുരിശുമ്പ കിടക്കുന്ന ആളാരാ? പുള്ളിക്ക് മനസ്സിലായി. ആരാണെന്നറിയോ? കുരിശുമ്പ കിടക്കുന്ന രക്ഷകനാണ്. യേശു എന്ന പേരിന് അർത്ഥം പലർക്കും അറിയില്ല, ദൗർഭാഗ്യകരമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് മാള അടുത്തൊരു സ്ഥലമുണ്ട്, കുഴൂരടുത്ത്, തുമ്പരശ്ശേരി എന്ന് പറയും. അവിടെ ചെന്നപ്പോ ഒരു വീട്ടിൽ സുവിശേഷം പറഞ്ഞ് ചെന്നൊരു അപ്പച്ചന്റെ വീട്ടിലെത്തി. അപ്പൊ അദ്ദേഹം പരിചയപ്പെട്ട് ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറ്റിയിരുത്തി പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ അപ്പച്ചൻ എന്താ ചെയ്തിരുന്നേ? അപ്പൊ അദ്ദേഹം പള്ളി ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ അടുത്തുള്ള പള്ളിയിലെ കാറ്റിസത്തിന്റെ എച്ചമ്മായിരുന്നു ഞാൻ. പുള്ളിയുടെ ഐഡന്റിറ്റി സ്വത്തം വെളിപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം. അപ്പൊ വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ പറഞ്ഞോളാൻ പറഞ്ഞു. വചനമൊക്കെ പറഞ്ഞപ്പോ പുള്ളി ഇവിടെ ചോദിച്ചു, അപ്പച്ചാ ചോദിക്കുന്നതിൽ വിഷമമുണ്ട്, യേശു എന്ന പേരിന് അർത്ഥം അറിയാമെന്ന് ചോദിച്ചു. അപ്പച്ചൻ പറയാ, എനിക്ക് അതിനെ പറ്റി യാതൊരു പിടിപാടും ഇല്ല. 25 കൊല്ലം കാറ്റിസത്തിന്റെ എച്ചമ്മായിരുന്ന ആള് പറയാണ്, എന്ത് യേശു എന്ന പേരിനർത്ഥം പറഞ്ഞുകൂടാ. പക്ഷെ രാമലിംഗം പിള്ളയോട് ചോദിക്കുക, ഡിക്ഷണറി എഴുതിയപ്പോ പുള്ളി എന്താ പറഞ്ഞത്? ജീസസ്. പുള്ളിക്ക് പിടുത്തം കിട്ടി. പലർക്ക് പിടുത്തം കിട്ടാൻ സമയം വരും. പക്ഷെ ഈ രാമലിംഗം പിള്ളയാണ് ജീസസ് സേവ്യറാണ്, ലോകരക്ഷകനാണ്. അപ്പൊ യേശു എന്ന പേരിനർത്ഥം നമ്മൾ അതിനുവേണ്ടി വലിയ PhD ഒന്നും എടുക്കണ്ട. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? മത്തായി 1:21. അവിടെ പറയാണ്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് യേശു എന്ന് പറയണം, അവൻ നിന്ന് രക്ഷിക്കൊണ്ട് യേശു. അപ്പോ ഈ കള്ളൻ പറയാണ്, രാജത്വം പ്രാപിച്ച് വരുമ്പോ, അപ്പൊ അവന് ഒരു തിരിച്ചറിവോടും ഉണ്ടായി. എന്താണെന്ന് പറയാം, നമ്മൾ പുറകാല പഠിക്കും. നീ യേശുവാണ്, രക്ഷിതാവാണെന്ന് മാത്രമല്ല, നീ ഇനി രണ്ടാമത് രാജത്വം പ്രാപിച്ച് എന്ത് ചെയ്യും? സ്തോത്രം. നമ്മുടെ മനസ്സും മുഖമൊക്കെ ഒന്ന് വിടരേണ്ടതാ, ഒരു പുഞ്ചിരി വരേണ്ടതാ. എന്താണെന്നറിയോ? അല്ലേ? അല്ലാത്ത കാര്യങ്ങൾ ഭയങ്കര സന്തോഷ അല്ലെ? പ്രിയപ്പെട്ടവര് ദുബായിൽ നിന്ന് വരാണ്, ദിവസം എണ്ണിയിരിക്കും. 2, 3, 4, 5, 6 കാറും കൊണ്ട് നെടുമ്പാശ്ശേരി പെട്ടി പിടിക്കലായി, സെന്റ് പൂശലായി, ഭയങ്കര ബഹളായി. ഇവിടെ കർത്താവിനെ കുറിച്ച് കള്ളം പറയാണ്, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഒന്ന് ഓർക്കണം. എങ്ങനെ മനസ്സിലായി ഈ കള്ളന് അവൻ രാജത്വം പ്രാപിച്ചു വരുമെന്ന്? യേശുവിന്റെ ഉപമകൾ അവൻ കേട്ട് കാണും. അവൻ ഒരുപക്ഷെ മറഞ്ഞു നിന്നോ അത് ഒളിഞ്ഞു നിന്നോ ഈ കർത്താവിന്റെ സന്ദേശം കേട്ട് കാണും. ഒരു കാര്യം പോലും വ്യക്തമായി, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, രണ്ടാമത് വരുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കള്ളന്റെ മനസ്സിലുണ്ട്. അവൻ പറയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഒന്ന് ഓർത്താൽ മതി. ഞാൻ എങ്ങനെ പറയാറുണ്ട്, നമ്മുടെ കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന റിസൾട്ട് അപ്പൊ തന്നെയാണ്. അപ്പൊ തന്നെ റിസൾട്ടാ. എന്താ പറഞ്ഞ നമ്മുടെ കർത്താവ് തൊട്ടു അടുത്ത്? എന്താണെന്നറിയോ? നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. അപ്പുറത്തൊരു കള്ളനുണ്ട്. ആ കള്ളനും ഈ കള്ളനും കൂടെ, ഈ 2 കള്ളന്മാര് ആദ്യം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് എടുത്ത് വായിപ്പിക്കുന്നില്ല. വചനം അറിവുള്ള ആളുകളാണ്. എന്താന്ന് പറഞ്ഞത്? നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും രക്ഷിക്കാൻ ഞങ്ങളെയും രക്ഷിക്കുക. അല്ലേ? ഇന്ന് അതല്ലേ സമൂഹത്തിന്റെ പ്രാർത്ഥന? പരിശുദ്ധ മറിയമേ, കുറെയൊക്കെ മറന്നുപോയി, തമ്പുരാന്റെ അമ്മ, പാപികളായ, എനിക്ക് വേണ്ടി എന്നാണ് പറയാ, പാപികളായ
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഏതാണ്ട് സമാനമായ പ്രാർത്ഥന ഇവർ രണ്ടുപേരും ആദ്യം പ്രാർത്ഥിച്ച. നീ ക്രിസ്തു അല്ലയോ? ഒരു ചലഞ്ചിങ് ആണ്. നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഈ കള്ളം പറയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ ഞങ്ങളെ ഓർക്കാനല്ല പറഞ്ഞത്. എന്ത് ചെയ്യണം? എന്നെ ഓർക്കണം. സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിൽ ആക്കും. രാത്രി പറയട്ടെ, നെന്മാറയിലുള്ള എന്റെ ബഹുമാന സൗരി സൗരന്മാരെ, ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ പറയട്ടെ, രക്ഷയ്ക്ക് താല്പര്യമുള്ളവരാണ് താങ്കളെങ്കിൽ ആ രക്ഷ നൽകുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. രക്ഷ ആർക്കും അകന്നിരിക്കുന്നില്ല. ഒരു പാപിയാണെന്ന് സ്വയം സമ്മതിച്ച്, സ്വയം അതേ ആ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചാൽ ഈ ഉടൻ ക്ഷണം, ആ തൽക്ഷണത്തിൽ സ്വർഗരാജ്യം തരുന്നവനാണ് ആര്? നമ്മുടെ കർത്താവ്. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ ഡെൻസിസ് വരാം. എൻ്റെ ഒരു ഭാഷത്തിൽ, നീ ഇപ്പൊ ഒരു മര്യാദക്കാരൻ പ്രകാരം അല്ലേ ഞങ്ങളുടെ നാട്ടിൽ, നീ ഇപ്പോ ഈ അവസാന മുമ്പിൽ നടക്കല. ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നു, നീ ഇന്നോട് പരദീസയിലിരിക്കും, ഏതൊരു പാപിക്കും അരക്ഷണത്തിൽ. ചെറിയ സാറിന്റെ പാട്ടിലങ്ങനെയാണ് അല്ലേ? അല്ലേ? കുഞ്ഞാട്ടിന്റെ അല്ലേ? അങ്ങനെയല്ലേ? പാട്ടൊക്കെ മറന്നു തുടങ്ങി. ഇവിടെ നന്നായിട്ട് മോളൊക്കെ പാടി. മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടു. എത്ര ക്ഷണത്തിലാ? അരക്ഷണം. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? രക്ഷിക്കുക. ആരെങ്കിലും സമയം തക്കത്തിന് ഉപയോഗിക്കാത്തവരായിട്ട് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ഈ സമയം നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആ ഭാഗം വിടുകയാണ്. ലോക പ്രശസ്തനായ സുവിശേഷ പ്രസംഗനായിരുന്നു ബില്ലി ഗ്രഹാം. നമുക്കൊക്കെ വായിച്ചറിവുള്ളൊരു മാന്യദേഹമാണ്. ആയിരക്കണക്കിന് ആളുകളെ കർത്താവിന് വേണ്ടി നേടിയ ഒരു ധീരനായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്. എന്താണെന്ന് അറിയുമ്പോൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്താണ് ആ വാക്യം? ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ പ്രസംഗം ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ക്രൂസിൽ നടക്കുന്ന ആ ഗ്രൗണ്ടിന്റെ വഴിയരികിൽ, അതിന്റെ ഫ്രണ്ടിലുള്ള വഴിയരികിലൂടെ, ആ വഴിയിലൂടെ ഒരു കാബറെ ഡാൻസർ യാത്ര പോവാണ് കാറിൽ. ഈ പ്രസംഗത്തിന്റെ, ആത്മനിറവുള്ള പ്രസംഗത്തിന്റെ ആത്മീയ വശ്യത കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു ഡ്രൈവറോട്, പ്ലീസ് സ്റ്റോപ്പ് ഹിയർ, ഇവിടെ നിർത്തണം, എനിക്ക് ആ വചനം ഒന്ന് കേൾക്കണം. ആ ദൈവവചനം കേട്ടപ്പോ ആ തീരുമാനമെടുക്കുവാൻ ബില്ലി ഗ്രഹാം കർത്താവിന് ആഹ്വാനം കൊടുത്തു. ഇനി ആരെങ്കിലും കൂടെ കർത്താവിനെ സ്വീകരിക്കുവാൻ സമയം തക്കത്തിന് ഉപയോഗിക്കണം, നാളെ നമുക്കുള്ളതല്ല. ആഹ്വാനം കൊടുത്തപ്പോ ആ സ്ത്രീ അവരുടെ ഡയറിയിൽ എഴുതി വെച്ചു. എന്താണെന്നറിയോ? ടുഡേ ഡാൻസ്, ടുമോറോ സാൽവേഷൻ. അർത്ഥം പിടുത്തം കിട്ടിയല്ലേ? ബൈബിൾ വന്ന ഇംഗ്ലീഷും പഠിക്കുക കുറേശ്ശെ. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതൊക്കെ. അപ്പോ ഇന്ന് ഡാൻസ് നടക്കട്ടെ, നാളെ രക്ഷിക്കപ്പെടാം. പിന്നീട് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത്, അന്ന് രാത്രി തന്നെ ആ സ്ത്രീ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെടുകയാണ്. സമയം നീട്ടിവെച്ചാൽ, നാളെ എന്ന് കരുതിയാൽ, നീട്ടിവെച്ചാൽ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല, ആത്മീയ നന്മ പ്രാപിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയ ഈ ദുഷ്പ്രവൃത്തിക്കാരൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ, നമ്മുടെ ഭാഷയെ പറഞ്ഞ, എനിക്ക് നിന്നെ വേണം. നീ രക്ഷിതാവാണ്, നീ കർത്താവാണ്, എനിക്ക് നിന്നെ വേണം. നിന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് മനസ്സിലായി. പ്രിയമുള്ളവരെ, ആ ക്രൂശിന്റെ അവസാന മൂമിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അവൻ ജീവിതകാലം മുഴുവൻ കള്ളനായിട്ട് നടന്നു, അവസാനം സ്വർഗം അടിച്ചു മാറ്റി. എന്റെ ഭാഷയെ പറഞ്ഞു, ശരിയല്ലേ? എന്നാലോചിക്കുന്ന നിങ്ങൾ അങ്ങനെ ചിന്തിച്ചൂടെ? ജീവിതകാലം കൊണ്ട് അദ്ദേഹം ഒരു ദുഷ്പ്രവർത്തിക്കാരനായി ജീവിച്ചു. അവസാന മൂമെന്റിൽ വിശ്വാസമുള്ള അദ്ദേഹം സ്വർഗവും അടിച്ചെടുത്ത്. എന്റെ ഭാഷ എന്താ കാരണം അറിയോ? അവിടെ അദ്ദേഹത്തിൽ ദൈവകൃപ വ്യാപരിച്ചു. പ്രിയമുള്ളവർ, അപ്പോ രണ്ടാമത്തെ തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ സമയത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. മൂന്നാമത്തെ തിരിച്ചറിവ് ഉള്ളത് നമ്മള് അതിന്റെ തന്നെ ഒരു പാർട്ടിലാണുള്ളത്. അതായത് പാപിയാണെന്നുള്ള തിരിച്ചറിവ്. അതിടയ്ക്ക് ഒരു അല്പം അത് ഒന്നുകൂടെ ആടെ സംസാരിക്കാൻ സാധ്യമല്ല. അവിടെ ആ വാക്യത്തിൽ നമ്മൾ തൊട്ട് മേലെ വായിക്കുന്നത്, 40-ാം വാക്യത്തിൽ വായിക്കുന്നത്, മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധി തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ, 41-ാമത്തെ വാക്യം, ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. അതിന്റെ അർത്ഥം എന്താ? അവൻ ഒരു തിരിച്ചറിവോടെ ഉണ്ട്. എന്താണെന്നറിയോ? ഞാനൊരു പാപിയാണെന്ന തിരിച്ചറിവ് ഉണ്ടായി. തന്റെ കുറ്റം അവന് മനസ്സിലായി.
താൻ ആരാണെന്ന് മനസ്സിലായി. പരിശുദ്ധനായ ദൈവപുത്രന്റെ ചാര കിടക്കുന്ന, ക്രൂശിൽ ആണിയടിക്കപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ പറയാണ് എന്താണെന്നറിയോ? നാം മറ്റേ കടലോട് പറയാണ്, നാം പ്രവർത്തിച്ചത് യോഗ്യമായതല്ല കിട്ടുന്നത്. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞൊരു വലിയ തിരിച്ചറിവ് എന്താണെന്നറിയോ? ഞാനൊരു പാപിയാണ് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് എന്ത് വരികയില്ല മക്കളെ, എന്ത് വരികയില്ല? തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സ്തോത്രം. വിശ്വാസികൾക്കുണ്ടോ ഈ ഒരു അനുതാപം? രക്ഷ ഒരിക്കലേയുള്ളൂ. അതെ, ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രേരണ വരുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരിക്കലേയുള്ളൂ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ തെറ്റിപ്പോയാൽ എന്ത് വേണം? മാനസാന്തരം ഉണ്ടാകണം. റോമർ 12:1 എന്താണ്? മാനസാന്തരപ്പെടുവാനാണ് ആഹ്വാനം ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ രക്ഷിക്കപ്പെട്ടവർക്കുള്ള മാനസാന്തരവുമുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവർ അവരുടെ പാപജീവിതത്തെ തുടരുകയാണെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരണം. അങ്ങനെ ഒരു അവസരം ഉണ്ടാകണം. അപ്പൊ ഈ കള്ളന് ആദ്യം വന്ന തിരിച്ചറിവ് അവിടുന്ന് ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് എങ്കിൽ, രണ്ടാമത് സമയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണെങ്കിൽ, മൂന്നാമത് അവന് മനസ്സിലായി ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി. പല വീടുകളിലും സുവിശേഷം പറയാൻ പോകുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ഒന്നും പറയണ്ട, 2 വീട് അപ്പുറം പോയി പറയും. അല്ല വിശ്വര, നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യം, അപ്പുറത്ത് പോയി പറയും. അവിടെ ചേട്ടത്തിൽ മദ്യപാനയാണ്. അവിടെ ഈ പുഴയും ഈ കാവും ചപ്പും ചവറൊക്കെ താണ്ടി അവിടെ ചെല്ലുമോ ഇവിടെ പറയില്ല. ഞങ്ങൾ അത്യാവശ്യം മതഭക്തിയുള്ള ആളുകൾ, അപ്പുറത്ത് എന്ന് പറയും. അപ്പൊ ഈ പാവപ്പെട്ട ഉപദേശിമാർ അവിടെ നിന്നും വഴി മാറി ആ പറമ്പിലൂടെ കിടന്ന് അവിടെ ചെല്ലും. അപ്പൊ അവരും പറയും ഞങ്ങൾ സ്ഥിരം പള്ളി പോകുന്ന പറയാം, ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ഇല്ല. എന്താ പറയുക? ലോകത്തിൽ എല്ലാ മനുഷ്യരും പാപികളാണ്. ഞാൻ എങ്ങനെ പറയട്ടെ, ലോകത്തിൽ പാപം ചെല്ലാത്ത ഒരു പഞ്ചായത്തും ഇല്ല. എന്റെ ഭാഷ്യത്തിൽ ഒരു ഇടവുമില്ല. ലോകത്തിൽ എവിടെയും പാപമുണ്ട്. ഞാൻ എങ്ങനെ പറയാറുണ്ട്, ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും വ്യത്യാസമില്ലാത്തൊരു ഒറ്റ കാര്യമുള്ളൂ. അതാണെന്നറിയോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പല വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം. പൊതുവെ മലയാളികൾ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ അവിടെയും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യത്തിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇത് കാര്യത്തില്ല. പൗലോസ് പറയുന്ന ഉത്തരം റോമർ 3:21, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ ആദ്യം അവന്റെ ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കി ക്രിസ്തുവിന്റെ. 2, അവൻ സമയത്തെക്കുറിച്ച് ബോധവാനായി തിരിച്ചറിവുണ്ടായി. 3, അവൻ പാപിയാണെന്നുള്ള തിരിച്ചറിവുണ്ടായി. എന്റെ പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ അടുക്കിലേക്ക് വന്നാൽ, ഈ ബോധ്യമുണ്ടായാൽ, അനുതാപ ഹൃദയത്തോടെ വന്നാൽ അനുഗ്രഹത്തോടെ ഭവനത്തിലേക്ക് പോകാം. 2 പേര് പ്രാർത്ഥിപ്പാൻ പോയി. ഒരുത്തൻ പരീശൻ. അവൻ ശരിക്കും ദൈവത്തോടല്ല പ്രാർത്ഥിച്ച, ആരോട് തന്നെയാ? തന്നോട് തന്നെ എന്നാണ് വായിക്കുന്നത്, അല്ലെ? തന്നോട് തന്നെ. അതിൽ അവസാനം ഒരു ക്ലോസ് ഉണ്ട്. എന്താണെന്നറിയോ? ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റില്ല ശരിക്കും, അല്ലെ? ഒരു ക്ലാസ് പോലെയാണ് ദൈവത്തിന്. സർവ്വം പറയും ദൈവത്തിന് ക്ലാസ്സാണ്. പക്ഷേ അവസാന ഭാഗത്ത് ആ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയുണ്ട്. സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ അവൻ, ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണം. ഏത് പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടായേ? ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയ്ക്ക്. അപ്പൊ ദൈവത്തിലേക്ക് വരുമ്പോൾ അനുതാപ ഹൃദയമുണ്ടായാൽ, പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ അവൻ സാധിക്കും? നല്ലൊരു മനുഷ്യനായി തീരാനായിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും ഈ മോശയെ കുറിച്ച് അധികം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അവസരമുണ്ടായി പിന്നീട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമോ, ഈ മോശയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ വിഷയം മാറിപ്പോകുന്നില്ല, എങ്കിലും ഒരു വാക്ക് ചേർത്ത് പറയട്ടെ. ദിവ്യ സുന്ദരനാണ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മോശയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണെങ്കിൽ സ്വർഗത്തിൽ ദൈവം പറഞ്ഞ സാക്ഷി ഉണ്ട്. എന്താണെന്നറിയോ? എന്റെ ദാസനായ മോശയെ പോലെ അല്ലേ അതിസൗമ്യനായ ഒരു മനുഷ്യൻ, വിശ്വസ്തനായ ഒരു മനുഷ്യൻ. ജീവിതത്തിൽ തെറ്റിപ്പോകാം, പരാജയങ്ങൾ ഉണ്ടാകാം. ആ പരാജയത്തിൽ പരിതപിച്ച് അവിടെ കിടക്കാതെ എഴുന്നേറ്റ് വരണം. മുടിയൻപുത്രൻ എന്ത് ചെയ്തു? മടങ്ങി വന്നു. അവൻ എന്താ പറഞ്ഞേ? അപ്പാ, ഞാൻ സ്വർഗത്തോടും ഓർഡർ തെറ്റിക്കുന്നത്, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. സ്വർഗത്തോട് എന്ത് പാപം പുള്ളി ചെയ്തിട്ടുണ്ട്? സ്വന്തം അപ്പനോട് ചെയ്ത തെറ്റ് സ്വർഗത്തോട് ചെയ്ത തെറ്റായി മനസ്സിലാക്കി. അപ്പോ പാപിയാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായി. 4-മത്തേത് നിത്യതയെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. നിത്യത. എന്താ നിത്യത എന്ന് പറയുന്നത്?
ഇവിടെ ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10 വായിക്കുമ്പോ അവിടെ ഒരു വാക്യം എങ്ങനെയുണ്ട്? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? ഇന്ന് പലർക്കും ഇല്ലാത്തൊരു ഉറപ്പെന്താണെന്നറിയോ? ഇന്ന് മരിച്ചാൽ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ പലർക്കും എന്ത് പറയാൻ പറ്റുന്നില്ല, ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അതെന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഇപ്പോൾ ടി വിയിൽ വിവാദം നടക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അതില് പത്രക്കാർ വന്ന് ചോദിച്ചു, എപ്പോഴും മരിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഒരാള് പറയാ, മരിച്ചതല്ല. ഇത് മനസ്സിലായോ? അപ്പൊ ഏത് ഓമന പേരിട്ട് വിളിച്ചാലും എന്റെ ജോസഫ് വരാ ഇവിടം വിട്ട് പ്രാണനെ വിട്ടല്ല അവൻ എവിടെ ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ നിത്യതയെക്കുറിച്ച് ഉറപ്പില്ലാത്തവനായി മരണത്തെ പുലുകിയപ്പോ ഒരുത്തൻ നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ളവനായി തീരുന്നു. അവന് നിത്യത വേണം, നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കണം, പ്രത്യാശയുള്ള മനസ്സ് അവനുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മൾ ഉറപ്പുള്ളവരാണോ? ഇന്ന് മരിച്ചാൽ എവിടെ പോകുന്ന ചോദിച്ചാല് പല ആളുകളും നമ്മളെ സുവിശേഷം പറയാൻ പോകുന്നവരാ, തിങ്കൾ ടു ശനി വരെ സുവിശേഷം പറയാൻ പോകുന്നവരാ. അപ്പൊ ആളുകൾ തലചൊറിയും. അതിപ്പോ പാസ്റ്റർ എങ്ങനെ പറയാൻ പറ്റാത്? എങ്ങനെ പറയാൻ പറ്റാ? ഒരു വീട്ടിൽ ഞങ്ങൾ സുവിശേഷം പറയാൻ ചെന്നപ്പോ ഒരു പ്രായമുള്ള അപ്പച്ചനാണ്. അപ്പൊ എന്റെ കൂടെ വന്നൊരു മുതിർന്ന സഹോദരൻ ചോദിച്ചു, അമ്മാവ സ്വർഗത്തിലൊന്നും പോണ്ടേ അവിടുത്തെ അമ്മാവനോട്? അപ്പോ അവിടെ ഒരു ഭാര്യ ഭർത്താവ് വഴക്കാട്ടിയിരിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പ്രായമുള്ള ഒരു അപ്പച്ചനെ വിളിച്ചപ്പോ ഈ അമ്മാവൻ പറയാ, എന്റെ ഭാര്യ സുമിത്രയെ കൊണ്ടുപോകേണ്ട ഏർപ്പാട് ചെയ്തോ, അവളുള്ള സ്വർഗം എനിക്ക് വേണ്ട. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിത്യതയെ കുറിച്ച് ഉറപ്പുവരുത്തണം. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിലോ നരകത്തിലോ ഉറപ്പ് പറയാൻ കഴിയണം. ഈ കള്ളനോട് ചോദിക്കുക, ഈ സഹോദരനോട് ചോദിക്കുക, ബ്രദറെ ഇന്ന് മരിച്ചാൽ എവിടെ ഉണ്ടാകും? ഉറപ്പായി പറയും, ഞാൻ നിത്യതയിൽ കർത്താവിനോട് കൂടെ പരദീസയാണെന്ന് ഉറപ്പുണ്ട്. സ്തോത്രം. ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പലരും ഉറപ്പില്ലാത്ത ജീവിതത്തിലാണ്. ഒരു കിടക്ക മേടിച്ച ഗ്യാരണ്ടി ഉണ്ട്, ഇല്ല വിശ്വര? ഒന്ന് മേടിച്ച 2 TV മേടിച്ച ഗ്യാരണ്ടി, ഒരു 1000 രൂപ കൊടുത്തൊരു മൊബൈൽ മേടിച്ചാൽ 6 മാസത്തെ ഗ്യാരണ്ടി. പക്ഷെ പലർക്കും ജീവിതത്തെ കുറിച്ച് എന്തില്ല, ഗ്യാരണ്ടി ഇല്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ആ ക്രൂശനായ കർത്താവിന് അടുക്ക കിടന്ന ചാരക്കിടന്ന ആ കള്ളനായിരുന്ന മനുഷ്യൻ നിത്യത ഉറപ്പുവരുത്തി. എന്റെ പ്രിയമുള്ളവരെ, ഇവിടം വിട്ടു പോകുമ്പോൾ നിത്യത ഉറപ്പുവരുത്തണം. ചെറുപ്പക്കാരോട് പറയട്ടെ, അവിടെ സഭാപ്രസംഗിയുടെ പുസ്തകം 12:1 പറയുന്നത്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിന് എന്ത് ചെയ്യണം? ഓർക്കണം. ഏറ്റവും വലിയ വനം ഏതാണെന്നറിയോ? ഇവരൊക്കെ ബാലസംഘത്തിലെ ആൾക്കാർ ചോദിച്ചാൽ അറിയാം. വനം. ഈ വനാണ് ഏറ്റവും പ്രശ്നമുള്ള വനം. പിന്നെ മറ്റു വനങ്ങളൊക്കെ സഹിക്കാം. അപ്പോ യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പൊ ജീവിതത്തിൽ നിത്യത ഉറപ്പുവരുത്തിയിട്ട് വേണം ഇവിടെ നിന്നും പോകുവാൻ. ഇനി ഞാനിങ്ങനെ ചോദിക്കട്ടെ, ഈ കള്ളന്റെ പേരിൽ വേറൊരു റെക്കോർഡ് കൂടെയുണ്ട്. എൻ്റെ ഒരു പഠനമാണ്. എന്താ കാരണം അറിയോ? സ്വർഗത്തിൽ ചെല്ലുമ്പോ പുള്ളി, എൻ്റെ ഒരു വെർഷനാണ്, പുള്ളിക്ക് വല്ല പ്രതിഫലങ്ങൾ ഉണ്ടാവോ കാര്യമായിട്ട്? ബീസോര, ഈ കള്ളന് വല്ല പ്രതിഫലം ഉണ്ടാവും കാര്യമായിട്ട്? സ്വർഗത്തിലേക്ക് പോകാം, പ്രതീക്ഷയിലേക്ക് പോകാം. എന്താ കാരണം? പുള്ളിക്കൊരു ന്യായമുണ്ട്. അവിടെ എന്താണെന്ന് പറയാം, പ്രവർത്തിക്കാൻ സമയം കിട്ടിയില്ല. രക്ഷിക്കപ്പെട്ട് അപ്പൊ തന്നെ പുള്ളി എന്ത് ചെയ്യാ? നമ്മുടെ ഭാഷ പറഞ്ഞ പുള്ളി കർത്താവിനെ സ്വീകരിച്ച് അപ്പൊ തന്നെ പുള്ളി എന്ത് ചെയ്യാണ്? മരിക്കുകയാണ്. നമുക്ക് ആ ന്യായീകരണം പറയാൻ പറ്റുമോ? ഇവിടെ രക്ഷിക്കപ്പെട്ട് 1 കൊല്ലെത്തിയ ആളുകളുണ്ട്, 2 കൊല്ലെത്തിയവരുണ്ട്. ഞാൻ 34 കൊല്ലായി. അപ്പൊ ഈ പ്രായത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ? കണക്ക് കൊടുക്കണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് 3 കൂട്ടം ആളുകളുണ്ട്. വിശ്വാസികൾ കൊണ്ട് പറയണം, 3 കൂട്ടം ആളുകൾ. ഒന്ന്, ഈ കള്ളനെ പോലെയുള്ളവരാ, ജസ്റ്റ് പാസ്സുകാര്. എൻ്റെ ഭാഷ എന്താ കാരണം അറിയാം? പണ്ടൊക്കെ ഈ 210 മാർക്കൊക്കെ മേടിച്ച് ജയിക്കുന്ന ടീമുകളില് അവര് മറ്റവരുടെ കൂടെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വല്ല രംഗമുണ്ട്. പിന്നെ ഷർട്ടൊക്കെ അവര് അത് പാസ് തന്നെയാണ്, പാസ്സിലൊന്ന് സീറ്റുണ്ട്. പക്ഷെ അവരൊക്കെ വിചാരം കണ്ടതിന്റെ റാങ്ക് കിട്ടിയ ടീമുള്ള പോലെയാ. അപ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, ഞാൻ ഒരു സംഭവകത ഇവിടെ പറഞ്ഞു കയറുന്നുകൂടാ. ഒരു മലയാളം ക്ലാസ്സിൽ ടീച്ചർ വന്ന് ചോദിക്കുക എല്ലാവരോടും എന്താണെന്നറിയോ? 50-ൽ 50 കിട്ടിയവർ എഴുന്നേറ്റ് പറഞ്ഞു. അപ്പോ സാധാരണ അങ്ങനെ ആരും ഉണ്ടാവാറില്ല, ഒരാളൊക്കെ ഉണ്ടാവാറുള്ളൂ ഞാനൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ അവരെ എഴുന്നേറ്റ് നിന്നിട്ട് മൊത്തം നോട്ടമുണ്ട് എല്ലാവരും ഇങ്ങനെ, വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ അവൻ്റെ സന്തോഷമായി. ഫസ്റ്റ് അവനാ 50-ൽ 50. 49.5 ഒരാള്, 48 പറഞ്ഞു വന്ന് 1/2
50 അര. അപ്പൊ ഒരുത്തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് അവൻ പൂരച്ചിരി. 50 കിട്ടിയവൻ ചിരിച്ചില്ല. അത് സന്തോഷമുണ്ട്, പക്ഷെ വലിയ ചിരിയൊന്നും വന്നില്ല, കാരണം അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. അര കിട്ടിയവൻ പൂരച്ചിരി. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്താണ് കിണുങ്ങളെ? പോംപറയാണ്, ഇവന് പൂജ്യാണ് ടീച്ചറെ എന്ന്. ഞാൻ എന്തിനു പറഞ്ഞെന്നറിയോ? നമ്മൾ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യണേ. ഈ കള്ളനായിരുന്ന മനുഷ്യനെ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അത് അവന് ന്യായമായിട്ട് വേണമെങ്കിൽ പറയാം. എന്നാൽ പ്രിയ വിശ്വാസികളെ, നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്, വളരുവാൻ സമയമുണ്ട്, വചനം പഠിക്കുവാൻ സമയമുണ്ട്, ദൈവത്തിന്റെ വചനം അറിയിപ്പാൻ സമയമുണ്ട്, ദൈവവചനം ശരിയായി പഠിക്കുവാനും പഠിപ്പിക്കുവാനും സമയമുണ്ട്. ആ സമയം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ എൻ്റെ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങളുടെ സഭയിൽ ഈ പ്രതിഫല വിഭജനമൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ ജീവകിരീടം അതുപോലെ ഈ വാടാത്ത കിരീടങ്ങളൊക്കെ വെച്ച് ഓരോരുത്തർ പോകുമ്പോൾ ചില ആളുകൾ നിൽക്കണ ഒരു രംഗം നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കി. ഈ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ നല്ല സ്വപ്നങ്ങൾ കണ്ടോ? തെറ്റൊന്നുമില്ല, നല്ല സ്വപ്നമായിരിക്കുന്നു മാത്രം. അപ്പൊ ഇവിടെ ഇവര് കിരീടങ്ങളെ വെച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിയ സാറന്മാരെ, ഈ ജസ്റ്റ് പാസ്സായിരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ട് ശരിയാ, നല്ലതാണ്, 100% നല്ലതാ. ഞാൻ പറയട്ടെ, പ്രതിഫലം എന്തെങ്കിലും ഉണ്ടാകണം. രണ്ടാമത്തെ കൂട്ടം ആളുകൾ ലോത്തിനെ പോലെയുള്ളവരാ. ലോത്ത് എന്താ ലോത്തിന്റെ പ്രത്യേകത? ഏതാണ്ട് ഇതുപോലെ തന്നെ പുള്ളി, ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. പുള്ളി പത്രോസ് ഒരു വാക്ക് പുള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ വാക്ക് വലിയ ഇഷ്ടമാണ്. നീതിമാനായ, ആ പദം കളയരുത്, നീതിമാനായ വലഞ്ഞു പോയ ലോത്ത്, തനി ചെടികനായിരുന്നു പുള്ളി. രക്ഷിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ. നീതിമാനായിരുന്നു, പക്ഷേ വലഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ഇരിപ്പും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും താമസ സ്ഥലവും നോട്ടവും എല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ആകെ പടുപരാജയത്തിലാ. അബ്രഹാം സ്വർഗത്തിലേക്ക് നോക്കുമ്പോ പുള്ളി അങ്ങോട്ട് നോക്കും. അബ്രഹാം സ്വർഗത്തിലേക്ക് നോക്കുക, മുകളിലേക്ക്, പുള്ളി അങ്ങോട്ട് നോക്കും. യോർദാന് ചുറ്റുമുള്ള നല്ല നീരോട്ടമുള്ള സ്ഥലത്തേക്ക് നോക്കും. ഇനി മൂന്നാമതൊരു കൂട്ടം ആളുകൾ എങ്ങനെയുള്ളവരാ? അപ്പോസ്തലനായ പൗലോസിനെ പോലെയുള്ളവർ. പൗലോസ് പറയാണ്, അവസാന മൂമെന്റിൽ ജീവിത സായനത്തിൽ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു. ഇന്ന് പലരും നല്ല പോര് പൊരുതുണ്ട്. എന്ത് പൊരുതാ? ഞാൻ പറയണത് നിങ്ങൾക്കറിയാം എന്ത് പൊരുതാന്നല്ലേ? പൊരുതുണ്ട് പലരും, പക്ഷെ അത് വചനപ്രകാരം അല്ലാന്ന് മാത്രം. രണ്ടാമത്തെ വിശ്വാസം കാത്തു. അത് തനിക്ക് ലഭിച്ച വ്യക്തിപരമായ വിശ്വാസം മാത്രമല്ല, ദൈവം ഏൽപ്പിച്ച വചനസത്യങ്ങൾ, വിശ്വാസ സംഹിത എല്ലാം കാത്തു. അപ്പൊ ഞാനിങ്ങനെ പറയട്ടെ, ഈ പരദീസപ്രാപ്തനായ മനുഷ്യന് സ്വർഗത്തിന് വലിയ പ്രതിഫലമൊന്നുമില്ല, എങ്കിലും അവരുടെ ന്യായീകരണം പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ എന്റെ പാസ്റ്റർ ഞാൻ എന്ത് ചെയ്തു? ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ നമുക്ക്, ഞാൻ അത് പറയാതെ, നമുക്ക് അതിന്ന് ഒഴികഴിവില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് സ്വർഗത്തിന് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ രക്ഷ സൗജന്യമാണ്, കൃപയാൽ വിശ്വാസത്തെ ലഭിക്കും സൗജന്യമായി. പക്ഷേ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം ലഭിക്കുന്നത്. വിശ്വസിക്കാണ്. ഇവിടെ നിങ്ങൾ ബൈബിൾ ക്ലാസ്സൊക്കെ പഠിക്കുന്നവരാണ്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അഞ്ചാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത്, സമയം മുന്നോട്ട് പോകാണല്ലോ, ലൂക്കോസ് 23:40 പാപത്തോടുള്ള ഒരു പോരാട്ടത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. അദ്ദേഹം ലൂക്കോസ് 23:40 എന്താണ് വായിക്കുന്നത്? 40 മറ്റവനോ അവനെ ശാസിച്ചു. ആദ്യം രണ്ടുപേരും കർത്താവിനെ ദുഷിച്ചു പറഞ്ഞു. എന്നാൽ അല്പസമയം, നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ, നമ്മളിവിടെ വലിയ പുരുഷന്, ഇവിടുത്തെ കഥ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്, ആ കള്ളനായിരുന്ന മനുഷ്യന് മറ്റവനെ ശാസിക്കാൻ തോന്നി. എന്ത് ചെയ്തു? മറ്റവനോ അവനെ ശാസിച്ചു. ഞാനിങ്ങനെ പറയട്ടെ, യേശുവിനെ ദുഷിക്കുന്ന ലോകത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അപമാനിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പാപത്തിനെതിരെ ശക്തമായി പോരാടണം. തിന്മ ചെയ്യുന്നവരെതിരെ അതിശക്തമായി നമ്മൾ ഒരു പാപത്തോട് കോംപ്രമൈസ് ഇല്ല എന്ന് പ്രഖ്യാപിക്കണം. അവിടെയാണ് ഇവന്റെ വിജയം എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നറിയോ? പാലസ്തീൻ നാട്ടിൽ ജീവിച്ചിരുന്ന ഇവർ റോമൻ എംപയറിനെതിരെ ശക്തമായി പൊരുതുവാൻ ഒന്നിച്ചു നിന്നവരാ. പക്ഷേ ഒരുവന്റെ വഴി അല്പം മാറിയപ്പോ, അവന് മാനസാന്തരമില്ല എന്ന് കണ്ടപ്പോ, പാപത്തിൽ തുടരുന്നുവെന്ന് കണ്ടപ്പോ, ഈ കള്ളം പറയാണ്. മറ്റവൻ എന്ത് ചെയ്തു? അവൻ ശാസിച്ചു. എടാ, നമ്മൾ സമശിക്ഷാവിധിയിൽ ആണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പാപത്തെ നമ്മൾ എന്ത് ചെയ്യണം? പാപപ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നവരും
പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരിക്കരുത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്തു നിന്നിട്ടില്ല. അതായിരുന്നു എബ്രായ വിശ്വാസികളുടെ പരാജയം എന്ന് പറയുന്നത്. എഫെസ്യർ 5:11 പൗലോസ് പറയാണ്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ നിങ്ങൾ ആരായി തീരരുത്, കൂട്ടാളികളായി തീരരുത്. അടുത്ത സമയത്താണ് ഒരു കേസിന്റെ വിധി വന്നത്, പ്രമാദമായ ഒരു കേസ് അല്ലേ. അതില് പ്രതികളുടെ എണ്ണം ഒരുപാടുണ്ട്. അതില് കൊന്ന ആളുകൾക്ക് മാത്രമല്ല ശിക്ഷ, ആർക്കുണ്ട് ശിക്ഷ? അതിന് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ അഭയം കൊടുത്തവര്, അത് കൊടുത്തവർ, ഇത് കൊടുത്തവർ, ഷർട്ട് കൊടുത്തവർ, ഡ്രസ് കൊടുത്തവർ, വാഹനം കൊടുത്തവർ ഒക്കെ കുറ്റക്കാരാ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. ലേവ്യ പുസ്തകം 19:17 ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ആ വാക്യം. ലേവ്യ 19:17 പറയാണ്, എന്താണെന്നറിയോ? കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. ലേവിക്ക് പറ്റിയ ഏലി പുരോഹിതന് പറ്റിയ പരാജയം എന്താണെന്നറിയോ? ഏലി പുരോഹിതന് പുള്ളിയുടെ മക്കൾ എങ്ങനെയുള്ളവരായിരുന്നു? യഹോവയെ ഓർക്കാത്തവരും നീചന്മാരും. പക്ഷെ പുള്ളി അവരെ ശരിയായ വിധത്തിൽ ശാസിച്ചെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. പുള്ളി പറയാണ്, മക്കളെ, നിങ്ങളെ കുറിച്ച് കേൾക്കുന്നത് ഒന്നല്ല. ശാസിച്ചതെന്ന് ചോദിച്ചാൽ പുള്ളി ശാസിച്ചു, പക്ഷെ അതിന് ശരിയായ രീതിക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പൗലോസിന്റെ കാര്യത്തിൽ വായിക്കുന്നത്, പിശാചിന്റെ മകനെ, അവിടെ ഒരുത്തനെ പൗലോസ് സംബോധന ചെയ്യാണ്. പിശാചിന്റെ മകനെ പാപത്തോട് പോരാടുന്നതിൽ അദ്ദേഹം എതിർത്തു നിൽക്കുകയാണ്. അങ്ങകലെ മിസ്രൈമിലേക്ക് കണ്ണോടിച്ചാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമുണ്ട്, പാപത്തോടുള്ള യോസെഫിന്റെ പോരാട്ടം. യോസെഫ് എന്താ ചെയ്തെന്നറിയാം? എന്താ ചെയ്തത്? യോസെഫ് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നോട് യോസെഫ് പറയാണ്, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് യഹോവയോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് നടന്നാണോ പോയത്? പുള്ളി എങ്ങനെ പോയ? ഓടിപ്പോയി. അപ്പൊ പാപത്തോട് പോരാട്ടം ഉണ്ടാകുമ്പോൾ അത് ആ പോരാട്ടത്തിൽ പങ്കാളികളായി തീരണം. പാപത്തോട് എതിർത്തു നിൽക്കണം. ഒരു പാട്ടുണ്ട്, എന്താണെന്നറിയോ? സത്യത്തിന്റെ പാട്ട് പാടാൻ നമ്മൾ ഭയങ്കര മിടുക്കന്മാരാ. എനിക്ക് തോന്നുന്ന ഈ നമ്മുടെ സമൂഹത്തില്, പെന്തിക്കോസ്ത് സമൂഹത്തിന് കിട്ടിയ അത്ര പാട്ട് പാടാൻ വരം വേറെ ഒരു പാർട്ടിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പഠിച്ചു നോക്കിയിടത്തോളം അല്ലെ. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടികളുമായി സാക്ഷികൾ സമൂഹമേ, നമുക്ക് ഭയങ്കര മുദ്രാവാക്യം പോലെ നമുക്ക് മുന്നേറിയിടാം, അരയ്ക്ക് സത്യം കെട്ടാം അല്ലെ. ഇതൊക്കെ പറഞ്ഞത് നമ്മളാണ് അല്ലേ. എന്തെല്ലാം പാട്ടുകളാണ് പ്രിയമുള്ളവരെ. മനമേ ചഞ്ചലം എന്തിനായി, വീട്ടിൽ പോയി എന്താ ചിന്ത മുഴുവൻ? നാളത്തെ കാര്യം. സഭയോഗത്തിന് പാടും, മനമേ ചഞ്ചലം എന്തിനായി, കഷ്ടങ്ങൾ സാരമില്ല. എന്തെല്ലാം ഞാൻ ഉൾപ്പെടെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടണം, ധ്യാനിക്കണം, അല്ല ശരിയാ. പക്ഷേ പാപത്തോട് പോരാടുന്നതിൽ എതിർത്തു നിൽക്കണം. പാപത്തെ നമ്മൾ അതിന്റെ അങ്ങേയറ്റം വരെ എതിർത്തു നിൽക്കണം. പാപത്തോട് യാതൊരു കോംപ്രമൈസും പാടില്ല. അതിനെ അതിജീവിക്കാൻ സാധിക്കണം. ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നമ്മെ കുറിച്ച് പറയുന്നത് നമ്മളൊക്കെ വള്ളങ്ങളാണെന്ന. വള്ളം, അദ്ദേഹം പറയാണ്, വള്ളം വെള്ളത്തിലാണെങ്കിലും വെള്ളം എവിടേക്ക് വരാൻ പാടില്ല. ഇത് പ്രാസം ഒപ്പിച്ച് പറയുന്ന ആളാ. എന്റെ കടടുത്ത് പറയാണ്, വള്ളം വെള്ളത്തിലാണെങ്കിലും വെള്ളം വള്ളത്തിൽ വരാനായിട്ട് പാടില്ല. ഇത് പറഞ്ഞ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് നല്ലൊരു ആശയമുണ്ട്. അപ്പോ ഈ ലോകമാകുന്ന സാഗരത്തിൽ ആയിരിക്കുന്ന നാം ഒരിക്കലും ഇവിടുത്തെ മാലിന്യങ്ങൾ നാം ഏൽക്കുവാൻ പാടുള്ളതല്ല. ഈ കള്ളം പറയാണ്, അവരെ ശാസിക്കുകയാണ്. നാം ന്യായമായ ഒരു ശിക്ഷ അനുഭവിക്കുന്നു. അല്ലയോ വിശ്വാസികളെ, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്, വിശുദ്ധനാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധനായിരിക്കണം. അവസാന ഭാഗത്തേക്ക് വന്ന് ഞാൻ നിർത്തട്ടെ. 6ാമത്തെ തിരിച്ചറിവ്, ദൈവ ഭയത്തെ കുറിച്ചുള്ള തിരിച്ചറിവ്. ലൂക്കോസ് 23:40 വാക്യത്തിലാണ് അത് കാണാം. നീ ദൈവത്തെ, 40 അവസാന ഭാഗം, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമുക്കില്ലാണ്ട് പോയ ഏറ്റവും വലിയ സംഭവം ഇവിടെ കള്ളനുണ്ട്. എന്താണെന്നറിയോ? നമുക്കില്ലാണ്ട് പോയത് എന്താ? ദൈവഭയം. വേദപുസ്തകം 1 മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ, വിശുദ്ധന്മാരുടെ പട്ടിക, നീണ്ട പട്ടിക എടുത്താൽ ആവർത്തിച്ചു വരുന്ന ഒരു പദപ്രയോഗമുണ്ട്. ദൈവത്തെ ഭയപ്പെട്ടു. അബ്രഹാമായി യാഗമെല്ലാം അർപ്പിക്കുവാൻ ഇസാക്കിനെ കൊണ്ടുവന്ന് അവർ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച ശേഷം സ്വർഗം അബ്രഹാമിനോട് പറയുന്നൊരു വാക്കുണ്ട്, നീ ദൈവത്തെ എന്ത് ചെയ്യുന്നു? സ്തോത്രം. എനിക്ക് ആ വാക്ക് വലിയ ഇഷ്ടമാണ്. നീ ദൈവത്തെ
ഭയപ്പെടുന്നു. അല്ലയോ വിശ്വാസികളെ, ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടണം. നമ്മുടെ കർത്താവ് ഭയപ്പെടാൻ യോഗ്യനാണ്. ഭയത്തോടെ യഹോവയെ സേവിക്കുന്ന സംഘത്തിൽ വായിക്കുന്നു. ഇന്നിന്റെ വലിയ പരാജയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ദൈവത്തെ യാതൊരു ഭയവും ഇല്ല. ദൈവഭയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തലമുറയിലും അത് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞത് മനസ്സിലാക്കണം. മോള് പാട്ടുപാടി വലിയ സന്തോഷമായി. എന്തായാലും ഭംഗിയായിട്ട് പാടിയേ. അല്ല, ഞാൻ ആ പാട്ട് പാടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ മൈനസ് ട്രാക്കൊക്കെ കിട്ടിയത്. വളരെ സന്തോഷം. അപ്പോ കൊച്ചുമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവരെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കണം. തിമോത്തിയോസ് എന്തുകൊണ്ടാണ് വലിയ ഭക്തനായി എന്നറിയോ? ചെറുപ്പത്തിലെ അമ്മയും വല്യമ്മയും എന്ത് പറഞ്ഞു കൊടുക്കും? വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ആ മകന് പറഞ്ഞു കൊടുക്കും. മുതിർന്നപ്പോൾ ആ ചിത്രം മാറി. പൗലോസിന്റെ കൂടെ കൂടിയപ്പോൾ ചിത്രം പിന്നെയും മാറി. ആത്മീയമായി തിമോത്തിയോസ് വളർന്നു. ആ തിമോത്തിയോസിനാണ് പൗലോസ് സംബോധന ചെയ്ത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. സ്തോത്രം. വളർച്ച കണ്ടോ? ഗ്രാഫ് കണ്ടോ? നമുക്കൊരു വളർച്ചയുണ്ടോ? ദൈവഭയത്തിന്റെ കാര്യത്തിൽ ഒരു വളർച്ചയുണ്ടോ? ദൈവഭയം എന്ന വാക്കുകൊണ്ട് മാത്രം പറഞ്ഞു നിർത്തുകയല്ല, പുൾപിറ്റിലെ വാക്കുകളായി ഒതുക്കി നിർത്തുകയല്ല. ദൈവഭയം നമുക്കുണ്ടോ? അതുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ അതുണ്ടാകും. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കുടുംബ പ്രാർത്ഥന പല വീടുകളിലും പറയുമ്പോൾ വിഷമമുണ്ട്. എന്തില്ല, ഒരിക്കലും ഒരു ഗാനരചയിതാവിനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ചോദിച്ചു, ബ്രദറെ, ഇപ്പോ ഈ പ്രഭാതഗീതങ്ങളൊന്നും എഴുതാറില്ലേ? എന്ത് ഷൈജി ബ്രദർ അത് എഴുതിയിട്ട് വലിയ കാര്യമില്ലേ? കാരണം പലരും ഇപ്പോ പ്രഭാതത്തിൽ എണീക്കുന്നവർ തന്നെ കുറവാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ, ഞാനൊക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് 34 കൊല്ലം വരുന്ന സമയത്ത് വളരെ ചെറുതാണ്, വലിയ പ്രായമായിട്ടല്ല. അന്നൊക്കെ വരുമ്പോ അവിടെ ഈ പാട്ടുകൾ കേൾക്കാം. വെളുപ്പിന് എന്താണെന്നറിയോ? അതിരാവിലെ തിരുസന്നിധി അണയുന്ന ഒരു സമയം. പരനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അതിരാവിലെ. എന്ത് രസാന്ന് കേൾക്കാൻ. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വിശ്വാസിയുടെ വീട് ഉണ്ട്. ഇത് ചിത്രം മാറി. ഇന്ന് 9:30 ആവണം, നേരം എടുത്ത്. അതിരാവിലെ 9:30 പ്രാർത്ഥനയ്ക്ക് സമയമില്ലാന്ന് ഉപദേശി പറഞ്ഞത് ശരിയാ. പക്ഷെ പ്രഭാത പ്രാർത്ഥന സമയത്ത് ചെയ്യണം. അപ്പോ ദൈവഭയം കുഞ്ഞുങ്ങളെ വളർത്തണം. സൺഡേ സ്കൂളിൽ വിടണം. ഭജനപരമായി ഞാൻ പറയട്ടെ, യുവാക്കളൊക്കെ സഭയിലേക്കൊക്കെ വന്നാൽ നീ മിണ്ടാതിരിക്കുക, അതെ, ഒന്ന് സ്തോത്രം ചെയ്യാനോ ചിന്ത പറയാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിശീലിക്കണം. ഞാനൊക്കെ ഒരു കാലത്ത് ഈ വിശ്വാസി വരുന്ന സമയത്ത് ഈ മൈക്കൊക്കെ ഒന്ന് കാണാൻ കൊതിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രസംഗർക്ക് പോയി തട്ടി നോക്കും. ഇതെങ്ങനെയുള്ള കണ്ടീഷൻ. പ്രിയമുള്ളവരെ, നമുക്കൊരു ആഗ്രഹം ഉണ്ടാണോ? ദൈവഭയത്തിലേക്ക് വളരണം, ദൈവഭയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യണം, ഒരു ആഗ്രഹം ഉണ്ടാകണം. അപ്പോ ദൈവഭയം ഈ കള്ളനെ, അവനെ ഭരിച്ചത് കൊണ്ട് അവനെ കുറിച്ചുള്ള പ്രസംഗം എവിടെയെല്ലാം ചെയ്താലും, അവനെ കുറിച്ചുള്ള ബൈബിൾ ക്ലാസുകൾ എവിടെ എടുത്താലും അതിൽ നേരിട്ട് നിൽക്കുന്ന സംഭവം എന്താണെന്നറിയോ? അവൻ പറയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? യാക്കോബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ ദൈവം. എന്റെ പ്രിയമുള്ളവരെ, ദൈവഭയം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം, തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. അതിന് മാതൃക കാണിക്കേണ്ട ആരാണെന്നറിയോ? നമ്മളാ. ചെറിയൊരു ജീവിതം, ആ ക്രൂശിന്മേലുള്ള ചെറിയൊരു ജീവിതത്തിൽ അദ്ദേഹം വലിയ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകിയ. ഞാനെങ്ങനെ പറയട്ടെ, ഈ സംഭവമെല്ലാം കഴിഞ്ഞ് ഒരു കള്ളൻ നരകത്തിലേക്ക് പോയപ്പോ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കള്ളൻ എവിടെ പോയി? പറുദീസയിലേക്ക് പോയി. ഒന്ന് നന്മ തിരഞ്ഞെടുത്തപ്പോൾ മറ്റൊരു കള്ളൻ തിന്മ തിരഞ്ഞെടുത്തു. ഒന്ന് ക്രിസ്തുവിനുള്ളവനായി തീർന്നപ്പോൾ ഒന്ന് ക്രിസ്തുവില്ലാത്തവനായി തീർന്നു. അപ്പൊ നമ്മുടെ നിത്യത തീരുമാനിക്കുന്നത് ഈ ആയുസ്സിലാണ്. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യത്തോടെ നെന്മാറയിലുള്ള ദൈവജനം വചന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്, സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്, ബൈബിൾ പഠന ക്ലാസുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ നിത്യത പോലും നഷ്ടപ്പെടരുത്. അപ്പൊ ഈ കള്ളൻ, ഇവന്റെ മരണം കഴിഞ്ഞു, ഇവന്റെ കാലൊക്കെ തല്ലി ഓടിച്ചു. ഇവന് ഒരുപക്ഷെ ന്യായമായ ശവസംസ്കാരം കിട്ടി കാണുകയല്ല. പക്ഷേ ഒരു കാര്യം അവശേഷിപ്പിച്ചു പോയി. എന്താണെന്നറിയാം? ചെറിയ ജീവിതത്തിൽ വലിയ ചിന്തകൾ. ഞാനെങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ആയുസ് എത്ര നാൾ നമ്മളിവിടെ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് വരും കാലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ വലിയ പ്രസംഗനായിരുന്നോ എന്നുള്ളത് അല്ല.
വലിയ ഗായകനായിരുന്നു എന്നുള്ളത് അല്ല, എങ്ങനെ ക്രിസ്തുവിനായി ജീവിച്ചു എന്നുള്ളതാണ്. കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, കർത്താവിന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ, ആ പ്രതിഫല വിഭജനത്തിനായി ചെല്ലുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുക. ഒരു ചോദ്യം നമുക്കുണ്ട്. ഇന്ന് രാത്രി ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഞാൻ ഈ ക്ലാസ് ചില ദിവസങ്ങളായി ഞാനൊരു മെയിൻ ടൈറ്റിൽ ചെയ്തു വരുന്ന ഒരു ക്ലാസ്സാണ്. ഗതസമനം മുതൽ കാൽവരി വരെ അത് വരുന്നൊരു പോസ്റ്റാണ് ഞാനിവിടെ സംസാരിച്ചത്. നമുക്ക് അനേക ചിന്തകൾ ഈ കള്ളൻ നൽകുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു വാക്ക് നിയുക്തനായ ദേവദാസൻ പ്രാർത്ഥിക്കും. ഒരു വേള നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാൽവരിയിലെ ക്രൂശിൽ ഉയർത്തപ്പെട്ട 3 മരക്കുരിശുകളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. പാപപരിഹാരാർത്ഥം, മാനവന്റെ പാപപരിഹാരാർത്ഥം കാൽവരിയിലെ കുരിശിൽ പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവ്. 2, നമ്മൾ ചിന്തിച്ചത് നിത്യത സ്വന്തമാക്കിയ പരദീസ പ്രാപ്തനായ ഒരു മനുഷ്യൻ. അവൻ്റെ ജീവിതം നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന ജീവിതമാണ്. അവൻ്റെ 6 തിരിച്ചറിവുകൾ, അത് അവൻ്റെ ആത്മജീവിതത്തിലെ ചെറിയൊരു കാലഘട്ടമെങ്കിലും വലിയൊരു ചിന്ത നമുക്ക് പ്രദാനം ചെയ്യും. 3, നിത്യത സ്വന്തമാക്കി തീർക്കുവാൻ കഴിയാതെ നിത്യനാശത്തിലേക്ക് പോയ ഒരുവൻ. നമ്മുടെ പരിശോധന രാത്രി ആവശ്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, കർത്താവിൻ്റെ പക്കൽ കണക്ക് തീർക്കുവാനായി കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുന്നു. രാത്രി നാം സ്വയം ഒരു പരിശോധന ചെയ്യുക. വചനം, ദൈവത്തിൻ്റെ വചനം കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതമൊന്ന് വിലയിരുത്തുവാൻ, ജീവിതമാകുന്ന മുഖമൊന്ന് കാണുവാൻ, തിരുത്തേണ്ടവ തിരുത്തുവാൻ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കള്ളൻ ഉണർത്തുന്ന ചിന്തകൾ വരുകാലം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ സഹോദരൻ ബിജുവിനോട്